പലർക്കും പല കാര്യങ്ങളെയും കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കാനായി കൃത്യമായൊരു ക്ലാരിഫിക്കേഷൻ എല്ലായിടത്തും അത്യാവശ്യമാണെന്ന് വളരെ നന്നായിട്ട് അറിയാവുന്നത് യേശുവിനാണ്. അതുകൊണ്ടാണ് യേശുനാഥൻ സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് ചില കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യുന്നത്. യേശു എന്ന് പറയുന്നത് സത്യാത്മാവിനെക്കുറിച്ചാണ്, സഹായകൻ വരുന്നതിനെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് യേശു പറയുമ്പോൾ യേശുവിന് ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാം, ഈ സത്യാത്മാവിനെക്കുറിച്ച് ഇവർക്ക് വലിയ പിടുത്തമില്ല. അതുകൊണ്ട് സത്യാത്മാവ് വരുമ്പോൾ ഇവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ അതുകൊണ്ട് ഈ സത്യാത്മാവ് വരുമ്പോൾ ചിലപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാതിരിക്കാൻ യേശു പറയുകയാണ്, ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പിന്നീട് കാര്യങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. എത്ര ബോധപൂർവമാണ് തൻ്റെ ശിഷ്യന്മാരെ വലിയൊരു കോസിന് വേണ്ടി യേശു പ്രിപ്പയർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ വലിയൊരു ഉത്തരവാദിത്വം എടുക്കുന്നതിന് മുമ്പ്, ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ക്ലാരിഫിക്കേഷൻസ് നല്ലതാണ്. ക്ലാരിഫൈഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ തെറ്റിദ്ധാരണകൾ കുറയും. എനിക്ക് തോന്നുന്നു ഇന്ന് മനുഷ്യരുടെ ഇടയിൽ എന്തുകൊണ്ട് ബന്ധങ്ങൾ തകർന്നു പോകുന്നു ചോദിച്ചാൽ തെറ്റിദ്ധാരണകൾ കൊണ്ടാണ്. എന്തുകൊണ്ട് ഇന്ന് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് ചോദിച്ചാൽ പലതും തെറ്റിദ്ധാരണ കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെടുന്ന ചില ബന്ധങ്ങൾക്കിടയിലും ജീവിത സാഹചര്യങ്ങൾക്കിടയിലും തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ ക്രിസ്തുവിൻ്റെ ഇന്നത്തെ വാക്കുകൾ നമുക്കൊരു പ്രചോദനമായിരിക്കണം. ക്ലാരിഫൈ ചെയ്ത് പോകുന്നത് എപ്പോഴും നല്ലതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഈ സുവിശേഷ ഭാഗം നമ്മുടെയും ജീവിതത്തിൽ ചില കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ സഹായകമാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.